രണ്ടല്ല ചുരുങ്ങിയതൊരു 300 കോടി മുതൽ 500 കോടി വരെങ്കിലും പോയിട്ടുണ്ടാവും. RBI പേടിഎമ്മിന് കൊടുത്തൊരു പണിയാണിത്, ഈ ഒരു എമൗണ്ടിൻ്റെ ഈ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 29 ശേഷം പേടിഎം വാലറ്റിൽ, അക്കൗണ്ടുകളിൽ, പേടിഎം ബാങ്ക് അക്കൗണ്ട്സിൽ ഒന്നും പുതിയ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ പറ്റില്ല. അതായത് എല്ലാ ഡെപ്പോസിറ്റ്സും നിർത്തി വെക്കണം എന്നാണ് RBI പേടിഎമ്മിനോട് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ. ഈ ഒരു കാരണത്തിൽ ഞാൻ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ UPI ട്രാൻസാക്ഷൻസ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഫണ്ട് ട്രാൻസ്ഫറിങ് ഒന്നും നമുക്ക് പേടിഎം വഴി പറ്റില്ല. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ക്യാഷ് ബാക്ക് കിട്ടും, റീഫണ്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ യൂസേഴ്സിന് ബാങ്ക് അക്കൗണ്ട്സിൽ നിന്ന്, കറണ്ട് അക്കൗണ്ടിൽ നിന്ന്, പ്രീപെയ്ഡ് സർവീസസ്, ഫാസ്ടാഗ് ഇതിൽ നിന്നൊക്കെ ബാലൻസ് വിഡ്രോ ചെയ്യാനും പറ്റും. ആ ബാലൻസ് വെച്ച് അവർക്ക് ഉപയോഗിക്കാനും പറ്റും. RBI ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ 2022 മാർച്ചിൽ RBI ഓൾറെഡി പേടിഎമ്മിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പുതിയ യൂസേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യരുത് എന്ന്. പക്ഷേ പേടിഎം ചെയ്തതെന്ന് വെച്ചാൽ പല ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും പുതിയ യൂസേഴ്സിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് പേടിഎമ്മിൻ്റെ യൂസേഴ്സ് കൂടാൻ തുടങ്ങി. RBI ഓൾറെഡി പറഞ്ഞൊരു കാര്യം ലംഘിച്ചത് കൊണ്ടാണ് RBI ഇപ്പോൾ ഇങ്ങനൊരു പണി കൊടുത്തത്. പക്ഷേ കൃത്യമായ കാര്യങ്ങൾ ഇതുവരെ RBI പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ അതേ സ്ഥാനത്ത് പേടിഎം ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, RBIയുടെ എല്ലാ നിയമങ്ങളും, അതായത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കും. അതായത് അവർ എന്ത് പണിഷ്മെൻറ്റ്, ഇപ്പോൾ പണിഷ്മെൻറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്, അതുപോലെ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാലും പേടിഎം അത് സ്വീകരിക്കും എന്ന് പേടിഎം RBI അതിനോട് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമായ കെൻമി ഡിജിറ്റൽ അക്കാഡമി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.